വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മം ഇന്നും നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയ പ്രത്യാശ പകരത്തക്ക നിലയിൽ വലിയ പ്രതീക്ഷകൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പകരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കും ദൈവമക്കൾക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്തിരിക്കുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന. ഇവിടെ ദാവീദ് കർത്താവിനോട് പറയുക, നിനക്ക് ഇത് പോരാ എന്ന് തോന്നിയിട്ട്. ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു. ദാവീദിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം കൊടുത്തു, അവസ്ഥകൾക്ക് വ്യത്യാസം കൊടുത്തു. തൻ്റെ ജീവിതം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ദൈവം ദാവീദിനെ എത്തിച്ചു. ഒരുപാട് നന്മകൾ പ്രാപിച്ചു. ആ തലത്തിൽ ജീവിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം വീണ്ടും അരുളി ചെയ്ത ദൂത് കേട്ടപ്പോൾ, ആലോചന കേട്ടപ്പോൾ, ദൈവശബ്ദം കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് പറയുന്നു, കർത്താവിനോട് പറയുക, നിനക്ക് ഇത് പോരാ എന്ന് തോന്നി എന്ന്. ദൈവത്തിൻ്റെ പൈതലേ, ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം, ദാവീദിനെ ഉയർത്തിയ ദൈവം, ദാവീദിന് കൊടുത്ത നന്മകൾ, കർത്താവിൻ്റെ തിരുഹൃദയത്തിനകത്ത് ഒരു തോന്നൽ, ഇത് പോരാ, ഇനിയും ചെയ്യണം, ഇനിയും കൊടുക്കണം, ഇനിയും അനുഗ്രഹിക്കണമെന്ന്. ഇന്ന് ദൈവത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പൈതലേ, ഇത് പോരാ എന്ന് കർത്താവിനൊന്ന് തോന്നിയാൽ മതി, ജീവിതം മാറും, ജീവിതസ്ഥിതി മാറും. ഈ വരുമാനം പോരാ എന്ന്, ആ കാര്യങ്ങൾ നടക്കുക ഇത്രയും പോരാ എന്ന് ദൈവത്തിനങ്ങ് തോന്നിയാൽ മതി, സ്ഥിതിക്ക് അസാധാരണമായ വ്യതിയാനം സ്വർഗം കൽപ്പിച്ചിരിക്കും. ദൈവം തൊടാതിരിക്കത്തില്ല. ഇന്ന് ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ കർത്താവിൻ്റെ തോന്നൽ, എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതികളെക്കുറിച്ച് എൻ്റെ കർത്താവിൻ്റെ തിരുഹൃദയത്തിനകത്ത് എന്താകുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ സന്തോഷിക്കാൻ വകയുണ്ട്, ആനന്ദിക്കാൻ വകയുണ്ട്. ആ നിലവാരത്തിൽ ദൈവം അരുളി ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ഇടപെടുന്ന ദൂത് ദാവീദിനോട് ദൈവം പറഞ്ഞത് ദീർഘകാലത്തെക്കുറിച്ചാണ്. ദീർഘകാലത്തെക്കുറിച്ച്, നാളെക്കുറിച്ച് വിചാരപ്പെടുക. ആ ജോലി നഷ്ടപ്പെട്ട, എനിക്കവിടെ തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്രകാരം എൻ്റെ ജീവിതം എന്താകുമെന്ന് അങ്ങനെ മനോദുഃഖത്തോടെ, വ്യതയോടെ, വേദനയോടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ വചനം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുക. ദൈവം ഒരു ദിവസത്തേക്ക് അരുളി ചെയ്യുന്ന ദൈവമല്ല, ഒരു മാസത്തേക്ക് അരുളി ചെയ്ത ദൈവമല്ല, ദീർഘകാലത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദൂത് വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ഏറ്റെടുത്തു. എൻ്റെ കർത്താവ് ദീർഘകാലത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നന്മയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ദൈവ. അതാ കർത്താവിൻ്റെ സ്നേഹം, അതാ ദൈവത്തിൻ്റെ കരുണ. ഇത് പോരാ എന്ന്, ഈ വീട് പോരാ എന്ന് ദൈവത്തിനൊന്ന് തോന്നിയാൽ മതി കേട്ടോ. ഈ ജോലി പോരാ എന്ന് തോന്നിയാൽ മതി. ഇന്ന് സ്ഥിതി മാറ്റിയിരിക്കും. ഇന്ന് അത്ഭുതം വെളിപ്പെട്ട് വന്നിരിക്കും. ജീവിതസ്ഥിതിക്ക് അസാധാരണമായ വ്യതിയാനങ്ങൾ ദൈവം കൽപ്പിച്ചിരിക്കും. അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ച് ദൈവം അരുളി ചെയ്തിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുടെ വചനം പറയുന്നു. പരിശുദ്ധാത്മ ദൂത് വെളിപ്പെടുത്തുക. ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുകയല്ലേ. ഗ്രഹത്തെക്കുറിച്ചും തലമുറയെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ദൈവം അരുളി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്.
അപ്രകാരം തന്നെ ചലനങ്ങൾ വെളിപ്പെടും. അപ്രകാരം തന്നെ ദൈവസ്ഥിതിയെ മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹവിധ വെളിപ്പെട്ട് വരാൻ പോവാ. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുക്കട്ടെ, ഈ ദിവസം ദൈവശബ്ദം ഏറ്റെടുക്കട്ടെ. ഇത് പോരാ എന്ന് കർത്താവ് ഒന്ന് തോന്നിയ, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്തൊരു ചിന്ത വന്നാൽ എൻ്റെ അവസ്ഥ മാറും, എൻ്റെ സ്ഥിതി മാറും. ഇതാരോടൊക്കെ വ്യക്തമായി ദൈവാത്മ സംസാരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് വ്യത്യാസവും ദൈവം വരുത്താൻ പോവുക, കർത്താവ് കൽപ്പിക്കാൻ പോവുക. വചനം ഏറ്റെടുക്കട്ടെ, ആഴമായി വിശ്വസിക്കട്ടെ. കർത്താവ് സഹായിക്കാൻ പോകുന്നു, ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. സ്നേഹവാന ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവസ്ഥകളിൽ സാഹചര്യങ്ങളിലും കർത്താവെ ഇത് പോരാ, ദൈവം ചെയ്യണം, ദൈവം വഴി തുറക്കണം, ദൈവം വാതിൽ തുറക്കണം. കർത്താവ് അങ്ങനെ ക്രമീകരിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.